ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മൾ പുതിയൊരു ടേബിളും റൂമൊക്കെ റൂം അങ്ങോട്ട് എടുത്ത് ഞാൻ അത്രയുള്ളൂ. ഈ ചെയറൊക്കെ കണ്ടത് മനസ്സിലാവും. സാധാരണ എൻ്റെ എന്താണ് ഇത് ചെറുതേന്. ഫ്രണ്ട്സ്, ഞാൻ എന്തായാലും കാണിച്ചു തരട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് മീൻസ് എനിക്ക് തന്നെ എന്തോ ഒരു കുറേ ദിവസം വീഡിയോ ഇടാത്തപ്പോൾ എനിക്ക് തന്നെ കുറച്ച് സാഡ് തോന്നി. മീൻസ് വീഡിയോ ഇടാൻ തോന്നുന്നുണ്ട്, ബട്ട് മടി, പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ തോന്നുന്നുണ്ട്. ഇനി എന്തായാലും കുറേ വീഡിയോസ് വരും, അത് ഉറപ്പാണ്. പിന്നെ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു ഇതൊക്കെ കൂടിയിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്രാഫ്റ്റ് വേണോ, അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഈ പൗച്ചില്ലേ, ഈ പൗച്ച് ഉണ്ടാക്കണോ, അതേപോലത്തെ അങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കണോ, ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കണോ, സ്റ്റിക്കർ ഉണ്ടാക്കണോ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ എങ്ങനെയെങ്കിലും അതൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഡ്രോയിങ് ചെയ്യാം, അങ്ങനെയൊക്കെ കുറേ ചെയ്യാം. മീൻസ് എനിക്കൊരു എയിമുണ്ട്. മീൻസ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇതൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മീൻസ് എനിക്ക് ഒന്ന് നിങ്ങൾക്ക് എനിക്കൊന്നും പറയാൻ കിട്ടില്ല. മീൻസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടുന്നു. മീൻസ് നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ തിങ്സാണ് ഞാൻ ഇടുന്നു. നിങ്ങൾ അത് കണ്ടാലും ഇല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ബട്ട് ഒരു സബ്സ്ക്രൈബ്, ഒരു ലൈക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പേജ് ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും ചെയ്താൽ മതി. ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ കമൻറ്റോ ഷെയർ എന്ത് വേണമെങ്കിലും ചെയ്താൽ എനിക്കൊരു പ്രോബ്ലം. ബട്ട് സ്റ്റിൽ എനിക്ക് യൂട്യൂബ് തുടങ്ങാനും ഇഷ്ടമാണ്, നിങ്ങൾക്കത് കാണാനും. ഇപ്പോൾ കുറേ കുട്ടികൾ, ഞാനൊരു കുട്ടിയാണ്, അപ്പോൾ കുറേ കുട്ടികൾ എന്താണ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നേക്ക് തന്നെ ഫോൺ എടുക്കും, അങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യും. ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ ഫുൾ അങ്ങോട്ട് ഷോർട്സോ ഗെയിംസോ അങ്ങനത്തേക്ക് കൂടുതൽ അഡിക്റ്റാവും നമ്മൾ. ഇപ്പോൾ ചിലപ്പോൾ ചില നല്ല ഷോർട്സ് ഉണ്ടാവും, ചില ചീത്ത ഷോർട്സ് ഉണ്ടാവും, അങ്ങനത്തെ ഒക്കെ കുറേ ഷോർട്സ് ഉണ്ടാവും. നമ്മൾ ചിലതൊക്കെ സ്കിപ്പ് അടിക്കും, കാരണം അത്രക്കൊന്നും കാണാൻ വയ്യ. മീൻസ് അപ്പോൾ ഒരു ഷോർട്സ് വന്നു ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പം എല്ലാം മാറി. ബട്ട് സ്കൂളിൽ നിന്ന് വന്ന ഫോണേ എടുക്കും, അത് ഉറപ്പാണ് എല്ലാ കുട്ടികൾക്കും. അപ്പോൾ നമുക്ക് ഇന്നൊരു ക്രാഫ്റ്റ് ചെയ്യാം. ഏത് ക്രാഫ്റ്റാണ് ഇപ്പം ചെയ്യാം? ഈ പൗച്ച് തന്നെ ഉണ്ടാക്കാതെ എളുപ്പം അതാണ്. അല്ലെങ്കിൽ ഒരു ജമ്മ ചെയ്യും. എന്തായാലും ഒരു പൗച്ച് തന്നെ ഉണ്ടാക്കാം. ആദ്യം തന്നെ നിങ്ങളതിൽ A4 ഷീറ്റ് അല്ലെങ്കിൽ ബുക്കിൻ്റെ പേജ് മാറ്റി, എന്നിട്ട് അത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക. സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ ഒരു എളുപ്പത്തിലുള്ള മെത്തേഡ് ഉണ്ട്. അത് ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഈ ഭാഗം ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ സിസേഴ്സ് കൊണ്ടോ എന്ത് കൊണ്ട് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ കയ്യിലാണ് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, നമുക്ക് ഇതൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഷീറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത ഭാഗം കളയരുത്, അവിടെ വെച്ചത്. ഇനി നമുക്ക് ഇതിൽ ഓരോരോ 1 by 1 സ്റ്റെപ്പ് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളില്ലേ ഇങ്ങനെയല്ല പഠിച്ചിട്ടുണ്ട്, അത് ഫുള്ളായിട്ട് മടക്കി കൊടുക്കാം. മീൻസ് നമ്മൾ കാർഡൊക്കെ ഉണ്ടാക്കുമ്പോൾ മടക്കില്ലേ, അതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. അപ്പോൾ രണ്ടും ഈക്വൽ അല്ലേ നോക്കണം. എന്നിട്ട് ഇത് തുറക്കുക. ഈ ഭാഗമല്ല ഇപ്പം നമ്മൾ മടക്കി, ഇനി ഈ ഭാഗം
നമ്മൾ മടക്കുക. അത് ഹാഫ്, അത് ഇങ്ങനെ മടക്കണം, ഒരു ഭാഗം ഇങ്ങനെ വിടണം. മനസ്സിലായോ? ആദ്യം മുതൽ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഫുള്ള് കൊണ്ടുപോയി, ഇത് തുറന്നു, എന്നിട്ട് ഇത് കൊണ്ടുപോയപ്പോൾ നമ്മൾ ഹാഫും കൊണ്ടുപോയി. മനസ്സിലായി? എന്നിട്ട് ഇത് ഇങ്ങനെ എടുക്കുക. മനസ്സിലായ? ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനല്ലേ, അത് ഇങ്ങനെ ആക്കിയാൽ ഇവിടെ അത് കണ്ട ഇങ്ങനെ 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 ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഇതല്ലേ ഉണ്ടാവുക, ഇതും സെയിം രീതിയിൽ ഫുള്ളായിട്ട് മടക്കുക. എന്നിട്ട് സെയിം സൈഡിലേക്ക് തന്നെ ആക്കുക. അപ്പം ഞാൻ ഒന്നും കൂടി ആദ്യം മുതൽ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ ഇച്ചിരി ടഫാണ്. ഫസ്റ്റ് ഹാഫ് മടക്കുക, എന്നിട്ട് ഫുള്ള് മടക്കാം. എന്നിട്ട് അപ്പുറത്തെ സൈഡും എളുപ്പത്തിലുള്ളതാണ് കേട്ടത്. നമ്മൾ രണ്ട് സൈഡും ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെയല്ല ഉണ്ടാവുക, ഇവിടെ ഇങ്ങനെ അത് നമ്മൾ ഇങ്ങനെ ആക്കി തിരിച്ചു വെക്കണം. നോക്കണ്ടോ? എന്നിട്ട് ഇതില്ലേ, ഇത് ഈ സൈഡിലേക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു തരാം. ഇതെടുത്തിട്ട് ഇങ്ങോട്ട് മടക്കുക. അപ്പോൾ ഇവിടെ ഇത് ഇങ്ങനെയല്ല ഉണ്ടാവുക, ഇങ്ങനെയും മടക്കുക. മനസ്സിലായോ? ഇവിടുന്ന് ഒരു പേജ് മാത്രം എടുക്കുക, ഇവിടെ ഉള്ള പേജ് എടുക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? അങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയി കിട്ടും ഇല്ലേ? നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ ഈ ഭാഗം ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ആവും. എന്നിട്ട് ഇത് ഇവിടുന്ന് കൊണ്ടെടുക്കാം. എന്നിട്ട് സെയിം രീതിയിൽ തന്നെ ഇവിടെ മടക്കുക, ഇവിടെ ഒന്നെടുത്ത് മടക്കുക. അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ നമുക്ക്. ഫ്രണ്ട്സ് ഇവിടെ ബാങ്ക് എടുക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെ ഫ്രണ്ട്സ് നമുക്ക് ഇപ്പോൾ ചെയ്തിട്ട് ഇങ്ങനെ ആയിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? അത് നമ്മൾ ഈ പോർഷനിലോട്ട് മടക്കിയാൽ ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഇതെങ്ങനെ തുറക്കുന്നത് കാണിച്ചാൽ അപ്പം നിങ്ങൾക്ക് കാണാനുണ്ടാവും ഞാൻ വിചാരിക്കണേ. ഇങ്ങനെയല്ല വയ്ക്കുക. ഇത് ഇങ്ങനെ ആക്കിയാൽ മതി. ഇല്ല, അപ്പോൾ ഇത് നമ്മളിങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ ഇത് തുറക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ, ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും. അപ്പോൾ ഇറ്റ്സ് മീ അലന.